ഹലോ ഹായ് ഫ്രണ്ട്സ്, മെമ്മറീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്മീൻ കറിയാണ്, മുളകിട്ട് നെയ്മീൻ കറി. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ നെയ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. നെയ്മീൻ വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട്. സാധാരണ മീൻ കറി വയ്ക്കുന്നത് പോലെ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കടുക്, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടുള്ള കറിയല്ല, മുളകിട്ട കറിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. മൺചട്ടി ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുത്തു. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം 2.5 സ്പൂൺ, ഏകദേശം 2.5 സ്പൂൺ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് മുളകിട്ട കറി ആയതുകൊണ്ട് നല്ല കളർ ഉണ്ടായെങ്കിലല്ലേ ഇതിനകത്ത് ഒരു ഭംഗിയും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുടംപുളി നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ഈ മുളക് പൊടിയും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി ഇത്തിരി കൂട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ നെയ്മീനിട്ട് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നെയ്മീനൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 10 മിനിറ്റ് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറച്ച് കൂടെ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്തു. അപ്പം ഇനി നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നെയ്മീൻ അതുപോലെ തന്നെ അങ്ങ് നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ആ 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ആദ്യം കറിവേപ്പില ഇട്ടു. അതിന് ശേഷം ഒരു സ്പൂണിൽ പച്ച വെളിച്ചെണ്ണ, അതായത് സാധാരണ നോർമൽ വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ തൂവി കൊടുത്തു. ഇപ്പോൾ കറിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല സ്വാദിഷ്ടമായ കറി. നല്ല റെഡ് കളറാട്ടോ കാണാൻ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. വേവുന്നതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് നിങ്ങൾ. വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ചു. പിന്നെ ഞാൻ വെറുതെ ഒന്ന് തുറന്ന് നോക്കി ആ മണം ഒന്ന് ആസ്വദിക്കാനായിട്ട്. ആ മണം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര മണമായിരുന്നു. ആ മണം കേട്ടാലേ അറിയാം അതിൻ്റെ ടേസ്റ്റ്. സൂപ്പറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ.